കാവ്യാമൃതം കാവ്യാമൃതം കാവ്യാമൃതം. എപ്പോഴാണ് നമ്മൾ ദൈവത്തെ ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക? ജീവിതത്തിൽ മറ്റാരും ആശ്രയിക്കുവാൻ നമുക്കില്ല എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ ദൈവത്തെ വിളിച്ചു പോവുക. സന്ധ്യകളിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. കുടുംബങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനകൾ ക്രൈസ്തവ കുടുംബങ്ങളുടെ ഒരു നല്ല ചിഹ്നമാണ്. സന്ധ്യകൾ നമ്മൾ ആഘോഷിക്കുന്നത് ദൈവത്തെ വിളിച്ച് വിശുദ്ധ കുരിശിനാൽ അടയാളപ്പെടുത്തിക്കൊണ്ടാണ്. അത്തരത്തിൽ അടയാളപ്പെടുത്തി വിശുദ്ധ കുരിശിൻ്റെ തണലിൽ സംരക്ഷിക്കപ്പെടുന്ന കുടുംബങ്ങൾ പോലും വേദനകളുടെ നിമിഷങ്ങളിൽ, നൊമ്പരങ്ങളുടെ നിമിഷങ്ങളിൽ തമ്പുരാനെ ചിലപ്പോൾ പരാതി പറഞ്ഞ് വിളിച്ചു കരയാറുണ്ട്. അത്തരത്തിൽ ചിന്തിക്കുന്ന, അത്തരത്തിൽ വേദനയോടുകൂടി ദൈവത്തെ വിളിക്കുവാൻ നമ്മൾ പലപ്പോഴും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം യാചിക്കാറുണ്ട്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾക്കെല്ലാവർക്കും തമ്പുരാൻ്റെ ഏറ്റവും അടുത്ത മാധ്യസ്ഥയായി, തമ്പുരാൻ്റെ അടുത്ത് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന ആളായി നമ്മൾ പരിശുദ്ധ അമ്മയെ വിശ്വസിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പരിശുദ്ധ അമ്മയുടെ വലിയ ഭക്തനായിരുന്ന ചാവറ പിതാവും ഇത്തരത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം തേടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. സായാഹ്നങ്ങളിൽ നമ്മളുടെ കുടുംബത്തിലെ പ്രാർത്ഥനകളിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ചുള്ള പ്രാർത്ഥനകൾ നമ്മൾ സജീവമായിട്ട് ഇന്നും നിലനിർത്തുന്നുണ്ട്. കാവ്യാമൃതത്തിൻ്റെ ഈ ഒരു എപ്പിസോഡ് പരിശുദ്ധ അമ്മയെക്കുറിച്ചും വിശുദ്ധ ചാവറ പിതാവിനെക്കുറിച്ചുമുള്ള ഓർമ്മകളിൽ ധ്യാനിക്കുവാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ്. കാവ്യാമൃതത്തിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. പരിശുദ്ധ അമ്മയെ ഏതാവശ്യത്തിന് വേണ്ടിയാണ് നമ്മൾ എപ്പോഴും വിളിക്കുക? എന്താവശ്യമുണ്ടെങ്കിലും നമ്മൾ അമ്മയെ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ്യം ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും നമ്മൾക്ക് വലിയ കരുത്താണ് നൽകുക. പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമ്മൾ മാതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നന്മ നിറഞ്ഞ മറിയമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് അമ്മയിലൂടെ തമ്പുരാൻ ഇപ്പോഴും നമ്മളിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന നന്മയുടെ സുഹൃതങ്ങൾ തന്നെയാണ്. അത്തരത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും നമ്മൾ വേദനിക്കുമ്പോഴും, രോഗാവസ്ഥയിലാകുമ്പോഴും, പാപത്തിൽപ്പെട്ടു പോകുമ്പോഴും ഈ മക്കൾക്ക് ആശ്രയം അമ്മ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒരുപക്ഷെ മലയാളികൾ ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ ഓർമ്മിക്കുന്ന പരിശുദ്ധ അമ്മയെക്കുറിച്ച്, മാതാവിനെക്കുറിച്ചുള്ള മനോഹരമായൊരു ഗാനം, അത് 56 വർഷങ്ങൾക്ക് മുൻപ് പിറന്നതാണ്. 1961 ക്രിസ്മസ് രാത്രി എന്ന സിനിമയ്ക്ക് വേണ്ടി പി ഭാസ്കരൻ മാസ്റ്റർ എഴുതി ബ്രദർ ലക്ഷ്മണൻ ഈണമിട്ട് പി സുശീല പാടിയ നന്മ നിറഞ്ഞൊരമ്മേ എന്ന മനോഹരമായ ഗാനം ഇന്ന് നമുക്ക് വേണ്ടി പാടുന്നത് നമ്മുടെ കൊച്ചു ഗായിക ബേബി അന്നയാണ്. അന്നമോളി പാട്ട് പാടുമ്പോൾ നമ്മൾ അറിയാതെ 56 വർഷങ്ങളായി, അരനൂറ്റാണ്ടുകൾക്ക് മുമ്പേ നമ്മുടെ അമ്മമാരും അമ്മൂമ്മമാരും പരിശുദ്ധ അമ്മയെ തേങ്ങലോടെ വിളിച്ച് പ്രാർത്ഥിച്ച് പാടിയിരുന്ന, അല്ലെങ്കിൽ പാടി പ്രാർത്ഥിച്ചിരുന്ന ഈ മനോഹരമായ ഗാനം വീണ്ടും അതേ ഗൃഹാതുരത്വത്തിൻ്റെ, ഭക്തിയുടെ, നന്മയുടെ, പ്രാർത്ഥനയുടെ ഓർമ്മകൾ നമ്മളിൽ ഉണർത്തും. നമുക്ക് ഈ ഗാനം കേൾക്കാം. രാജകന്യേ
എല്ലാ മതങ്ങളിലും നന്മയുടെ അംശമുണ്ട് എന്ന് നമുക്കറിയാം. എല്ലാ മതങ്ങളും ദൈവത്തിലേക്ക് മനുഷ്യനെ നയിക്കുന്നതിനുള്ള വഴികളാണ്. നദികൾ നീരാഴിയിൽ ചെന്ന് ചേരുന്നത് പോലെ ഈ മതങ്ങളെല്ലാം വിവിധ വിശ്വാസധാരകളായി ഒരേ ദൈവത്തിലേക്ക് എത്തിച്ചേരുകയാണ്. കത്തോലിക്ക സഭയുടെ ഔദ്യോഗികമായ പഠനം രണ്ടാം വത്തിക്കാൻ കൗൺസിൽ നോസ്ത്രേ എത്താത്തെ എന്ന ചാക്രിക ലേഖനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. എല്ലാ മതങ്ങളിലും സനാതനമായ നന്മയുടെയും സത്യത്തിൻ്റെയും ഒരംശമുണ്ട്. അപ്പോൾ വിവിധ മതങ്ങളെ ആദരിക്കുവാനും വിവിധ വിശ്വാസധാരകളെ നമ്മുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ബഹുമാനിക്കുവാനും ക്രൈസ്തവന് കഴിയൂ. ഈ ഒരു മനോഭാവം കേരളത്തിലെ വിവിധ മതസ്ഥരായ ആളുകളെ ക്രൈസ്തവ ധാരയിൽ നിന്നുകൊണ്ട് പഠിപ്പിച്ചത് 1805 ജനിച്ച് 1871 മരണം പുൽകിയ വിശുദ്ധ ചാവറപ്പിതാവാണ്. വിശുദ്ധ ചാവറപ്പിതാവിൻ്റെ പൊതുസമൂഹത്തെക്കുറിച്ചുള്ള സങ്കല്പം അത് ഏതെങ്കിലും ഒരു മതത്തെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടായിരുന്നില്ല. മതങ്ങൾക്കപ്പുറത്ത് മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന്, എല്ലാ മനുഷ്യനും സഹോദരനും സഹോദരിയുമാണ് എന്നുമുള്ള ഉദാത്തമായ ദർശനം വെറും വാക്കുകളായി ഘോഷിച്ചവനല്ല ചാവറപ്പിതാവ്. മറിച്ച് അദ്ദേഹം തൻ്റെ വിശ്വാസത്തിലൂടെ, തൻ്റെ സൃഷ്ടിപരമായ കണ്ടെത്തലുകളിലൂടെ അത് വ്യക്തമായി സമൂഹത്തിൽ അവതരിപ്പിച്ചു. അതുകൊണ്ടാണ് 1846 മാന്നാനത്തെ ആശ്രമത്തോട് ചേർന്ന് അദ്ദേഹം സംസ്കൃത സ്കൂൾ തുടങ്ങുകയും സംസ്കൃത സ്കൂളിൽ ജാതിഭേദമില്ലാതെ എല്ലാവരെയും ഒരുമിച്ച് ചേർക്കുകയും ചെയ്തത്. അങ്ങനെ പള്ളികളോട് ചേർന്ന് പള്ളിക്കൂടങ്ങൾ തുടങ്ങിയ ചാവറപ്പിതാവിൻ്റെ ആ ഒരു വലിയ ദർശനഭൂമികയിൽ നിന്നുമാണ് കേരളത്തിൽ പൊതുസമൂഹം എന്ന് പറയുന്ന ഒരു ദർശനം തന്നെ ഉണ്ടാകുന്നത്. ചാവറപ്പിതാവിനെ അനുസ്മരിച്ചുകൊണ്ട് ഒട്ടേറെ ഗാനങ്ങൾ ഇതിനോടകം നമ്മൾ കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ വിശുദ്ധ ചാവറപ്പിതാവിൻ്റെയും അദ്ദേഹത്തെക്കുറിച്ച് എഴുതപ്പെട്ടതുമായ ധാരാളം ഗാനങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ മഹാകവി ONV കുറുപ്പ് ചാവറപ്പിതാവിൻ്റെ വിശ്വാസധാരകളെ, വ്യത്യസ്തമായ ചൈതന്യ വഴികളെ ഓർത്തെടുത്ത് മനോഹരമായി മലയാള ഭാഷയുടെ സുന്ദരമായ പദപ്രയോഗങ്ങളിലൂടെ അണിയിച്ചൊരുക്കിയ മനോഹരമായൊരു ഗാനമുണ്ട്. അകമഴിഞ്ഞുള്ളൊരു പ്രാർത്ഥനയായി. ചാവറപ്പിതാവിൻ്റെ ദർശന വഴികളിലൂടെ ഈ പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ സഞ്ചരിക്കുന്നു. അത്രയ്ക്കും സുന്ദരമായി ആ ഗാനത്തിന് ഈണമിട്ടത് മലയാളത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠ ഗുരുവായ സംഗീത സാമ്രാട്ട് MK അർജുനൻ മാഷാണ്. ഈ അടുത്ത നാളിൽ 80 വയസ്സ് പൂർത്തിയാക്കിയ ഈ ഗുരുവരനെ ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് മനോഹരമായി ഗാനം കേൾക്കാം. നമുക്ക് വേണ്ടി ഈ ഗാനം ആലപിക്കുന്നത് യുവ പ്രതിഭയായ വിൽസൺ പിറവം. അകമഴിഞ്ഞുള്ളൊരു പ്രാർത്ഥനയായെന്നും അവിടുത്തെ തിരുമുന്നിൽ വന്നണയാൻ. അകമഴിഞ്ഞുള്ളൊരു പ്രാർത്ഥനയായെന്നും അവിടുത്തെ തിരുമുന്നിൽ വന്നണയാൻ. ഭാഷയാം വാതിൽ തുറന്നു തരും ജഗദീശ നിനക്കു പ്രണാമം, പ്രണാമം, പ്രണാമം,
പാവന ചരിതനാം ചാവറ ശ്രീ ഗുരു ജീവിക്ക ഞങ്ങളിലെന്നും. പാവന ചരിതനാം ചാവറ ശ്രീ ഗുരു ജീവിക്ക ഞങ്ങളിലെന്നും. സ്നേഹപ്രകാശമായി ദേവപ്രസാദമായി കേവലർ ഞങ്ങൾ തൻ ജീവിതത്തിൽ പരമമാമറിവിൻ്റെ തമ്പുരാനേ നിന്റെ പരിശുദ്ധ ഹൃദയം തുറന്നു കാട്ടൂ. അകമഴിഞ്ഞുള്ളൊരു പ്രാർത്ഥനയായെന്നും അവിടുത്തെ തിരുമുന്നിൽ വന്നണയാൻ. പാടുന്നിതാ ഞങ്ങൾ പാടുന്നു നിൻ പള്ളിമേടയിൽ വെള്ളരിപ്രാവുകളായി. പാടുന്നിതാ ഞങ്ങൾ പാടുന്നു നിൻ പള്ളിമേടയിൽ വെള്ളരിപ്രാവുകളായി. ജാതിമതാദിയാം ഭേദങ്ങളില്ലാതെ കൂടെ പിറന്നോരെ സ്നേഹിക്കുവാൻ പരമോന്നതത്തിലെ നിന്റെ ഗേഹം ഞങ്ങൾ ഇഹലോകവാഴ്വിലും കൈവരണേ. അകമഴിഞ്ഞുള്ളൊരു പ്രാർത്ഥനയായെന്നും അവിടുത്തെ തിരുമുന്നിൽ വന്നണയാൻ. പോവുന്നിതാ ഞങ്ങൾ പോവുന്നു നിൻ മലർക്കാവിലെ നന്മതൻ പൂക്കൾ തേടി. പോവുന്നിതാ ഞങ്ങൾ പോവുന്നു നിൻ മലർക്കാവിലെ നന്മതൻ പൂക്കൾ തേടി. ഏതു വിശ്വാസവും ഈശപാദങ്ങളിൽ ചേരും നദികൾ നീരാഴിയിൽ പോൽ. പരമകാരുണ്യമേ നിൻ കരങ്ങൾ ഇന്നി നിറുകയിൽ തീർത്ഥം തളിക്കണമേ. അകമഴിഞ്ഞുള്ളൊരു പ്രാർത്ഥനയായെന്നും അവിടുത്തെ തിരുമുന്നിൽ വന്നണയാൻ. ഭാഷയാം വാതിൽ തുറന്നു തരും ജഗദീശ നിനക്കു പ്രണാമം. പ്രണാമം പ്രണാമം പ്രണാമം. ജാതിഭേദമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കുവാൻ, ആ സ്നേഹത്തിലൂടെ ദൈവത്തിൽ എത്തിച്ചേരുവാൻ ചാവറ പിതാവിൻ്റെ ദർശന വഴികൾ നമ്മളെ ഏറെ സഹായിക്കുന്നുണ്ട്. നമ്മൾക്ക് ഈ ഒരവസരത്തിൽ
വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ട് നമ്മുടെ വീടിൻ്റെ ചുറ്റുപാടും നല്ല അയൽപക്കങ്ങളിൽ നമ്മുടെ ഇടവക അതിർത്തികളിൽ കഴിയുന്ന നമ്മുടെ പ്രിയമുള്ള സഹോദരങ്ങളെ അവരുടെ ആവശ്യങ്ങളിലേക്ക് ഒരു കൈ സഹായം എത്തിക്കുവാനുള്ള ഒരു വലിയ ദർശനം ഈ ഗാനോപഹാരം നൽകുന്നുവെങ്കിൽ ഈ ഒരു എപ്പിസോഡ് അതിൻ്റെ ധന്യത നേടുകയാണ്. ഈ ഒരു കാരുണ്യവർഷത്തിൽ നമ്മളുടെ കുടുംബങ്ങൾക്കപ്പുറത്തേക്ക് നമ്മുടെ സ്നേഹവും കാരുണ്യവും സഹാനുഭൂതിയും എത്തുന്നെങ്കിൽ അത് പരസ്പരം സ്നേഹിച്ചാൽ നിങ്ങളെൻ്റെ ശിഷ്യരാണ് എന്ന് ലോകം തിരിച്ചറിയും എന്ന് പറഞ്ഞ് ഈശോയ്ക്കുള്ള വലിയൊരു നേർച്ചയാണ്. ഈ നേർച്ച ഈ എപ്പിസോഡ് നമുക്ക് നൽകുന്ന പുണ്യമാവട്ടെ. നന്ദി. സത്യസൗന്ദര്യ സ്നേഹമാധുര്യം വഴിയുന്ന നിസ്തുല കാവ്യാമൃതം നുകരാം നമുക്കിനി നമ്മളിൽ തെളിക്കട്ടെ